അധ്യായം 30 ചിത്രമണ്ഡപം. ചെറിയ പഴുവേറ്റരയർ വന്ധ്യദേവനെ തൻ്റെ കൂടെ ആസ്ഥാന മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നു. അഭയം അഭയം എന്ന് പറഞ്ഞത് എങ്ങനെ എൻ്റെ ചെവികളിൽ അപായം അപായം എന്ന് കേട്ടു? കരികാലൻ്റെ അരികിൽ നിന്നും വരുന്നവനെ ചക്രവർത്തിയുടെ അടുത്തെത്തിച്ച് തനിച്ചയച്ചത് മണ്ടത്തരമായി പോയോ? പക്ഷേ ജ്യേഷ്ഠൻ എന്തിനാണ് അവൻ്റെ കയ്യിൽ മുദ്രമോതിരം കൊടുത്തുവിട്ടത്? എന്തെങ്കിലും ഉദ്ദേശമില്ലാതെ അദ്ദേഹം അത് ചെയ്യില്ല. ഏതായാലും ഇവനെ ഇനി തിരിച്ചയക്കാതിരിക്കുന്നതാണ് നല്ലത്. ജ്യേഷ്ഠൻ വന്നതിനു ശേഷം എല്ലാം മനസ്സിലാക്കി ഉചിതം പോലെ ചെയ്യാം. അവൻ കുഴപ്പക്കാരനല്ലെങ്കിൽ നമ്മുടെ പടയിൽ ചേർക്കാം. ഇല്ലെങ്കിൽ ഇവൻ ചോദിച്ച പോലെ ഇവൻ്റെ പഴയ രാജ്യത്തിലെ കുറച്ചു ഗ്രാമങ്ങൾ കൊടുത്താൽ എന്താ തെറ്റ്? ഇതുമാതിരി പയ്യന്മാർക്ക് ഏതെങ്കിലും ഉപകാരം ചെയ്താൽ അവർ ജീവിതകാലം മുഴുവൻ നമ്മോടൊപ്പം നിൽക്കും. അതല്ല, ഇവൻ ഉറച്ച ശത്രുവാണ് എന്ന് തെളിഞ്ഞാൽ പിന്നെ ഇവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. വന്ധ്യദേവൻ അവിടെയും ഇവിടെയും ഓലെ താഴെ കിടപ്പുണ്ടോ എന്ന് നോക്കുകയായിരുന്നു. അത് പോയാൽ തന്നെ പോലെ വേറൊരു മണ്ടൻ ഉണ്ടാകില്ല. ദളപതി ഒരു കാവൽക്കാരനോട്, ഈ പയ്യനെ നമ്മുടെ അരമനയിലെ അതിഥി മന്ദിരത്തിൽ കൊണ്ടാക്കൂ. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഞാൻ വരുന്നതുവരെ നീ അവിടെ തന്നെ നിൽക്കൂ എന്ന് പറഞ്ഞു വിട്ടു. അവൻ പോയതും വേറെ ഒരു കാവൽക്കാരൻ പഴുവേറ്റരയരുടെ അടുത്തെത്തി. യജമാനെ, കുറച്ചു മുമ്പ് അങ്ങോട്ട് പോയ പയ്യന്റെ കയ്യിൽ നിന്നും വീണതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഒരു ഓല അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ദളപതി ആ ഓല വാങ്ങി വായിച്ചു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: പ്രിയ അനിയത്തി, നിന്റെ സ്വന്തം കാര്യങ്ങൾക്ക് നല്ല ധൈര്യശാലിയും വിചാരിച്ച കാര്യം നടത്താൻ പ്രാപ്തിയുള്ളവനുമായ ഒരു വീരനെ വേണം എന്ന് നീ പറഞ്ഞിരുന്നല്ലോ. അത് പ്രകാരം അവനെ ഞാൻ അയച്ചിരിക്കുന്നു. അവനെ പൂർണ്ണമായി വിശ്വസിച്ച് എന്ത് ജോലി വേണമെങ്കിലും ഏൽപ്പിക്കാം എന്ന് സ്വന്തം ചേട്ടൻ ആദിത്യൻ. ഈ ഓലയെപ്പറ്റി ജ്യേഷ്ഠൻ അറിയുമോ എന്തോ? ഓല എടുത്തവന് തന്നെ വിളിച്ച് അവൻ്റെ ചെവിയിൽ എന്തൊക്കെയോ മന്ത്രിച്ചു. അവൻ ഉടനെ അവിടെ നിന്നും പോയി. ചെറിയ പഴുവേറ്റരയരുടെ മാളികയിൽ വന്ധ്യദേവന് നല്ല സ്വീകരണമാണ് ലഭിച്ചത്. അവന് കുളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. പുതിയ വസ്ത്രങ്ങളും അവിടെ നൽകി. സ്വാദിഷ്ടമായ ഭക്ഷണത്തിനു ശേഷം അവിടെയുള്ള ചിത്രമണ്ഡപത്തിലേക്ക് അവനെ കൊണ്ടുപോയി. അവിടെയുള്ള അപൂർവ ചിത്രങ്ങൾ കാണാമെന്ന് കാവലാളുകൾ അവനോട് പറഞ്ഞതിനു ശേഷം അവർ മണ്ഡപത്തിന് പുറത്തുപോയി സംസാരിച്ചു കൊണ്ടിരുന്നു. ആ ചിത്രമണ്ഡപം വളരെ പ്രസിദ്ധിയാർജിച്ചതായിരുന്നു. പല വർണ്ണങ്ങളിൽ ചോള രാജവംശത്തിലെ പൂർവികരുടെ ചിത്രങ്ങളും പ്രധാനപ്പെട്ട സംഭവങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മുക്കാൽ ഭാഗവും കഴിഞ്ഞ 100 കൊല്ലത്തെ ദൃശ്യങ്ങളായിരുന്നു. മുമ്പുള്ള ഒരു അധ്യായത്തിൽ പറയപ്പെട്ട തിരുമേനിയിൽ യുദ്ധങ്ങളിൽ നിന്ന് 96 മുറിവുകളുള്ള തഴമ്പുൾ ചുമന്നിരുന്ന പരകേസരി വിജയാലയ ചോളൻ, അദ്ദേഹത്തിൻ്റെ മകൻ രാജകേശരി ആദിത്യ ചോളൻ ആദ്യം പാണ്ഡ്യന്മാരോട് അപരാജിത പല്ലവൻ്റെ കൂടെ ചേർന്ന് യുദ്ധം ചെയ്തു. പാണ്ഡ്യനെ പരാജയപ്പെടുത്തി. കുറേ കാലത്തിനു ശേഷം അപരാജിതവർമ്മനുമായി യുദ്ധമുണ്ടാവുകയും ആദിത്യൻ അദ്ദേഹത്തെ വധിച്ച് തൊണ്ടൈ മണ്ഡലം കൈവശപ്പെടുത്തുകയും ചെയ്തു. തികഞ്ഞ ശിവഭക്തനായ അദ്ദേഹം കാവേരി നദിയുടെ ആദ്യ അവസാനം ഒരുപാട് ശിവക്ഷേത്രങ്ങൾ പണിയിച്ചു. അദ്ദേഹത്തിനു ശേഷം പരകേസരി പരാന്തകൻ 46 വർഷം രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ചോള രാജവംശം കന്യാകുമാരി മുതൽ കൃഷ്ണനദി വരെ വിസ്തൃതമായി. ചിദംബരം ക്ഷേത്രത്തിൽ നാം ഇന്നും കാണുന്ന പൊന്നോട് മേഞ്ഞ മണ്ഡപം ഇദ്ദേഹമാണ് പണി കഴിപ്പിച്ചത്. പരാന്തക ചക്രവർത്തിക്ക് 3 പുത്രന്മാരാണ് ഉണ്ടായത്. മൂത്ത പുത്രൻ രാജാദിത്യൻ മഹാവീരനായിരുന്നു. അദ്ദേഹമാണ് 1-ാം അധ്യായത്തിൽ നാം വായിച്ച വീരനാരായണ ഏരി നിർമ്മിച്ചത്. ഇന്നത്തെ ആർക്കോണം എന്ന സ്ഥലത്തിനടുത്തുള്ള തക്കോലം എന്ന പ്രദേശത്ത് ചോളരും രാഷ്ട്രകൂടരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ രാജാദിത്യൻ വീരസ്വർഗം പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ നേരെ അനിയൻ കണ്ഠരാദിത്യനെ പരാന്തക ചക്രവർത്തി ഭരണമേൽപ്പിച്ചു. രാജാവായാലും അദ്ദേഹത്തിന് മനസ്സ് ശിവഭക്തിയിലാണ് ലയിച്ചിരുന്നത്. കണ്ഠരാദിത്യൻ സിംഹാസനത്തിലിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചെറിയ അനിയൻ അരിഞ്ചയനാണ് രാജ്യകാര്യങ്ങൾ നോക്കിയിരുന്നത്. അരിഞ്ചയൻ കുറച്ചുകാലം രാഷ്ട്രകൂടരെ തടഞ്ഞുകൊണ്ട് അതിർത്തിയിൽ യുദ്ധം ചെയ്യുകയായിരുന്നു. കണ്ഠരാദിത്യരുടെ ആദ്യ ഭാര്യ മരിച്ചുപോയിരുന്നു. അതിൽ സന്തതികളുമില്ലായിരുന്നു. അരിഞ്ചയന് മിടുക്കനും സുന്ദരനുമായൊരു മകനുണ്ടായിരുന്നു. ഇതെല്ലാം മുന്നിൽ കണ്ട് കണ്ഠരാദിത്യൻ തൻ്റെ അനിയനെയും അവനുശേഷം അവൻ്റെ മകനെയും രാജ്യത്തിൻ്റെ അവകാശികളായി പ്രഖ്യാപിച്ചു. സാമന്തന്മാരുടെയും ജനപ്രമുഖരുടെയും സമ്മതവും വാങ്ങിച്ചു. കുറേ കാലം കഴിഞ്ഞ് മഴവരയർ എന്ന സാമന്ത രാജാവിൻ്റെ ശിവഭക്തയായ മകളെ കണ്ഠരാദിത്യൻ കാണാനിടയായി. സമാന ചിന്താഗതിയുള്ള അവളെ അദ്ദേഹം വിവാഹം ചെയ്തു. വാർദ്ധക്യത്തിൽ കാലുകുത്തിയ അദ്ദേഹത്തിന് ഒരു പുത്രൻ ജനിച്ചു. അവൻ ശിവമാർഗത്തിൽ ഇഹലോകമായയ്ക്കായി അതീതനായി വളർത്തുവാൻ ആ ദമ്പതികൾ ആഗ്രഹിച്ചു. കണ്ഠരാദിത്യൻ ഭൂലോകം വെടിയുന്നതിനു മുമ്പ് തന്നെ അനുജൻ അരിഞ്ചയനെയും ദേഹവിയോഗം ചെയ്തിരുന്നു. നേരത്തെ യുവരാജാവായി അഭിഷേകം ചെയ്തിരുന്ന സുന്ദരചോളൻ രാജ്യഭാരമേറ്റു.
ഈ ചിത്രങ്ങളിലെല്ലാം തന്നെ വേറൊരു കുടുംബം രാജകുടുംബത്തിന് നിഴലായി പിന്തുടർന്നിരുന്നത് കാണാമായിരുന്നു. മുത്തരയന്മാരുടെ കയ്യിൽ നിന്നും തഞ്ചാവൂർ കോട്ട പിടിച്ചെടുത്ത് ഒരു പഴുവേറ്റരയർ വിജയാലയ ചോളൻ തിരുപ്പിറമ്പിയം യുദ്ധത്തിൽ ശത്രുനിരയിലേക്ക് കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തോളിലെടുത്തിരിക്കുന്നത് വേറൊരു പഴുവേറ്റരയർ. ആദിത്യ ചോളന് അപരാജിതവർമ്മൻ്റെ ആനപ്പുറത്ത് കയറാൻ തൻ്റെ തോൾ കാണിച്ചു കൊടുത്തത് വേറൊരു പഴുവേറ്റരയർ. പഴവൂർ കുടുംബം ചോള സാമ്രാജ്യത്തിന് ചെയ്ത സേവനങ്ങൾ നിരവധിയായിരുന്നു.